1595 റേഞ്ചിൽ ജോർജറ്റിൽ ബത്തിക് പ്രിന്റ് ആയിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. ഈ പ്രാവശ്യം ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിലാണ് നമുക്ക് വന്നേക്കുന്നത്. പ്ലെയിൻ വന്നിട്ട് യോക്ക് പോർഷനിലേക്ക് ബത്തിക് പ്രിന്റ് കൊടുത്ത് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു ലാവൻഡർ ടോണിലേക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് സെന്ററിൽ നമുക്ക് ഇതുപോലെ ഒരു ബത്തിക് പ്രിന്റും കാണും. ഇങ്ങനെയാണ് ടോപ്പിന്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഷിഫോൺ ദുപ്പട്ടയാണ്. അതിൽ ഫുള്ളായിട്ടും ബത്തിക് പ്രിന്റ് ആണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഞാൻ വളരെ ഡിഫറെന്റ് കോൺസെപ്റ്റിൽ വരുന്ന ഒരു സൽവാർ സെറ്റാണ്. ബോട്ടം നമുക്ക് സാൻറ്റൂൺ സിൽക്കിലാണ് വന്നേക്കുന്നത്. അതിൽ നമുക്ക് പ്രിന്റ് വന്നേക്കുന്നത്. അത് ബത്തിക് പ്രിന്റ് വരും. ഒരു കഫ്താനൊക്കെ തയ്ക്കാൻ പറ്റിയ പാറ്റേൺ ആട്ടോ ഈ ഒരു ബോട്ടം. പ്ലെയിൻ ബോട്ടം ഇട്ടിട്ട് വേണം നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് കളേഴ്സ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ബേജ് കളർ വരുന്നുണ്ട്, ലൈറ്റ് ഒരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്, പിന്നെ വന്നേക്കുന്നത് പിങ്ക് ടോൺ. അങ്ങനെ 4 ഷെയ്ഡിലാണ് ഇത് വരുന്നത്. നല്ല കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്ലെയിൻ വന്നിട്ട് യോക്ക് പോർഷനിലേക്ക് ബത്തിക് പ്രിന്റും എംബ്രോയിഡറിയും വരും. ദാമൻ ഏരിയയിൽ നമുക്ക് പ്രിന്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വന്നേക്കുന്നത്. എൻഡിലും പിന്നെ സെന്ററിലും, മുകളിൽ സെന്ററിലായിട്ടും ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് വരുന്നത് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആണ്. ദുപ്പട്ട നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ട. അതിൽ ഫുള്ളായിട്ടും ബത്തിക് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. ബോട്ടം സാൻറ്റൂൺ സിൽക്കിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റിയ പാറ്റേണിൽ ഇത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പാറ്റേൺ വരുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ബേജ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.